പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡബ്ല്യുഡബ്ല്യുഇയിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലർ നമ്പർ 1 റെസ്ലർ ആരാണെന്നുള്ളത് ജോൺ സിന വെളിപ്പെടുത്തിയിരിക്കുന്നു. തംബ്നെയിലിലും ക്യാപ്ഷനിലും നിങ്ങൾ കണ്ടത് തന്നെയാണ് ജോൺ സിന പങ്കുവച്ചത്. റോമൻ റീൻസിൻ്റെ പേരാണ് ഒരു സംശയവും കൂടാതെ റോമൻ റീൻസിനെ സംബന്ധിച്ച് ജോൺ സിന പങ്കുവച്ചത്. എന്താണെന്നുള്ള കാരണങ്ങളും ജോൺ സിന ഈ ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ജോൺ സിന കൊടുത്ത ഇൻ്റർവ്യൂവർ ചോദിച്ച ഒരു ചോദ്യമാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലർ ആരാണ് എന്നുള്ളത്. അതിന് റോമൻ റീൻസിൻ്റെ പേര് ജോൺ സിന പെട്ടെന്ന് പറയുകയും കൂടാതെ റോമൻ റീൻസ് എന്തുകൊണ്ട് ആ പൊസിഷനിലേക്ക് എത്തി എന്നുള്ളതും ജോൺ സിന പങ്കുവച്ചു. ജോൺ സിനയുടെ കേസ് ജോൺ സിന പറയുന്നത് താൻ പതിയെയാണ് ടോപ്പ് പൊസിഷനിലേക്ക് എത്തിയത്. എന്നാൽ റോമൻ റീൻസ് ആണെങ്കിൽ 2012 മെയിൻ റോസ്റ്ററിൽ ഡെബ്യൂ ചെയ്തതിന് ശേഷം മെയിൻ ഈവൻറ്റ് സീനിൽ എപ്പോഴും നിന്നിരുന്നു. ഷീൽഡിൻ്റെ കൂടെയും പിന്നീട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു സമയത്തും മെയിൻ ഈവൻറ്റ് സ്പോട്ട് റോമിന് ലഭിച്ചിരുന്നു. ഫേസ് ക്യാരക്ടറായിട്ട് തുടക്കത്തിൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, അദ്ദേഹത്തെ ബൂ ചെയ്തിരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് മെയിൻ ഈവൻറ്റ് സീനിൽ എപ്പോഴും നിൽക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് റെസ്ലറായി റോമന് മാറാനും സാധിച്ചു. റോമൻ റീൻസ് നിലവിൽ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ലാഭം ഒരു റെസ്ലറും ഇതുവരെ ഉണ്ടാക്കി കൊടുക്കാത്ത ലാഭമാണെന്നുള്ളതും ജോൺ സിന പറയുകയുണ്ടായി. പിന്നീട് ജോൺ സിന റോക്കിനെയും റോമൻ റീൻസിനെയും കമ്പയർ ചെയ്ത് പറഞ്ഞു. റോക്കിനേക്കാൾ ഒരു പടി മുകളിലാണ് റോമൻ റീൻസ് എന്നുള്ളതും ജോൺ സിന പറയുകയുണ്ടായി. കാരണം റോക്ക് അദ്ദേഹത്തിൻ്റെ ജനറേഷനിലെ ആറ്റിറ്റ്യൂഡ് എറയിലെ ഏറ്റവും മികച്ച നമ്പർ 1 റെസ്ലർമാരിൽ ഒരാളാണ്. എന്നാൽ റോമൻ റീൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ റോക്ക് ഉണ്ടാക്കി കൊടുത്തതിനേക്കാൾ ലാഭവും പ്രശസ്തിയും കമ്പനിക്ക് റോമൻ റീൻസ് ഇതിനോടകം തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നും റോമൻ റീൻസിൻ്റെതായി ഇനിയും വർഷങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ടുമാണ് നമ്പർ 1 റെസ്ലറായി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലറായി ആ ലേബൽ റോമൻ റീൻസിന് താൻ കൊടുക്കുക എന്നുള്ള ഒരു കാരണം കൂടി ജോൺ സിന വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ റോമൻ റീൻസിൻ്റെതായി ഇനിയും വർഷങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പൊസിഷനിലേക്ക് ഇനി മറ്റൊരു റെസ്ലർ കയറി വരാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതും ജോൺ സിന പറഞ്ഞു. താൻ ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലറാണെന്ന് ജോൺ സിന വാദിക്കുന്നില്ല. ജോൺ സിന പറയുന്നത് റോമൻ റീൻസ് ആണ് ആ ഒരു പൊസിഷന് ആപ്റ്റായിട്ടുള്ള താരം. അതിന് കൃത്യമായ കാരണം മറ്റൊരു പോയിന്റും കൂടി പങ്കുവെക്കുന്നുണ്ട്. 2012 വെറും $11 ആയിരുന്നു ഡബ്ല്യുഡബ്ല്യുഇ സ്റ്റോക്ക് മാർക്കറ്റിലെ വാല്യൂ. എന്നാൽ ഇപ്പോൾ അത് $117 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വ്യത്യാസം വരാനുള്ള കാരണം എന്ത്? അതിനുള്ള ഒരു ഉത്തരം ടീം എഫേർട്ട് ആണെങ്കിലും ആ ടീം എഫേർട്ടിന് ഒരു ലീഡർ വേണം. ആ ഒരു ലീഡറാണ് നിലവിൽ റോമൻ റീൻസ് എന്നുള്ളതാണ് ജോൺ സിന വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും കമ്പനി ലാഭത്തിലാണ്. കമ്പനി ലാഭത്തിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിക്കൊരു ഫേസ് ഓഫ് ദി കമ്പനി വേണം. അത് റോമൻ റീൻസ് ആണ്. അതുകൊണ്ടാണ് റോമൻ റീൻസിനെ ജോൺ സിന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലർ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ റോക്കിനേക്കാൾ ഒരു പടി മുകളിലാണെന്നും തന്നേക്കാൾ എത്രയോ മുകളിലാണ് റോമൻ റീൻസ് എന്നുള്ളതും ഈ ഇൻ്റർവ്യൂയിലൂടെ ജോൺ സിന തന്നെ പറയുന്നുണ്ട്. റോമൻ റീൻസ് ആരാധകരെ സംബന്ധിച്ച് ഇത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ കൂടിയും റെസ്ലിംഗ് ലോകത്ത് ജോൺ സിനയുടെ ഈ ഒരു അഭിപ്രായം ഇതിനോടകം തന്നെ വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ റോമൻ റീൻസ് ആണോ, ബ്രോക്ക് ലെസ്നർ ആണോ, റോക്ക് ആണോ, ജോൺ സിനയാണോ, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ ആണോ, ദി അണ്ടർടേക്കർ ആണോ, ഷോൺ മൈക്കിൾസ് ആണോ, റാൻഡി ഓർട്ടൺ ആണോ, ട്രിപ്പിൾ എച്ച് ആണോ? ആരാണ് യഥാർത്ഥ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റെസ്ലർ? അതോ ഹൾക്ക് ഹോഗൻ, റിക് ഫ്ലെയർ, ബ്രെറ്റ് ഹാർട്ട് തുടങ്ങിയ ലെജൻഡറി താരങ്ങളാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.